ബന്ധപ്പെട്ടുള്ള അനുഭവ കഥ അതൊരു പുസ്തകമാക്കണമെന്നാണ് എനിക്ക് പറയാം. അതൊരു അനുഭവ കഥയായിരിക്കും എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയും. ഡോക്ടറെ കാണുന്നത് പേഷ്യന്റ് കാണുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ്. നമ്മൾ എത്രയോ സന്ദർഭങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞു. അപ്പൊ അത് റിയലായിട്ട് ആ ഡോക്ടറുടെ പ്രൊഫഷൻ, അത് കർമ്മമണ്ഡലം പൂർണ്ണമായ രീതിയിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുവെങ്കിൽ അപ്പൊ വ്യക്തികൾക്കും ദൈവത്തിന് തുല്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയും. അത് സ്വന്തം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ചേച്ചി തെളിയിച്ചു. ഞാൻ ചേച്ചിയെ കുറിച്ച് കുറെ അധികമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈനിൽ അമൃതയിൽ ഇരിക്കുന്ന കാലത്തും അതിനുശേഷവും അവിടുന്ന് വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് പോകുന്ന കാലഘട്ടവും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് മാറി നിൽക്കാൻ പറ്റും. സമൂഹത്തിനോട് ഓരം ചേർന്ന് നിൽക്കാതെ ചേച്ചിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. സുവർണ നാലപ്പാടിന് മാത്രമല്ല, നാലപ്പാട്ട് കുടുംബാംഗങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം നിയമസഭയിൽ മുതൽ തുടങ്ങിയിട്ടുള്ള ഇവരുടെ പ്രവർത്തനം. അല്ലെ, ആ ശങ്കരന്റെ മന്ത്രിസഭയിൽ പോലും ഈ കുടുംബത്തിൽ നിന്ന് അംഗമുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്, സത്യമാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ കോൺട്രിബ്യൂഷൻ, ഈ തറവാടിന്റെ കോൺട്രിബ്യൂഷൻ അത് ഏറ്റവും മഹത്തരമാണ്. അതിന് കൂടുതൽ ശക്തി പകരുവാൻ ഈ സുവർണ നാലപ്പാട് ട്രസ്റ്റിന് കഴിഞ്ഞ 3 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ കഴിയും. ഇവിടെ ഒരു ആശങ്ക പറഞ്ഞു, ഞാൻ ജീവിച്ച് ഇരിക്കുന്നില്ലെങ്കിലും ഇത് മുൻപോട്ട് കൊണ്ടുപോകും എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ടമിടറിയതും ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ചേച്ചിക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ട്. ചേച്ചി ഒരുപാട് വർഷം ജീവിച്ചിരിക്കും. കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് ചേച്ചി ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യുന്ന അതുപോലും എനിക്ക് മനസ്സിലാക്കുന്നു സാന്ദ്രാനന്ദം എന്ന കൃഷ്ണഭക്തിയാണ്. ആ പുസ്തകത്തിന്റെ റിലീസാണ്. ആ സാന്ദ്രാനന്ദം അതിലൂടെ തന്നെ ചേച്ചിയുടെ ആയുസ്സും ആരോഗ്യവും വർഷങ്ങളോളം കിട്ടുമെന്ന് കരുതുന്നു. എനിക്കും വന്ന് കാണുവാനും സംസ്കൃത സർവകലാശാലയിൽ വിളിച്ച് ഒന്ന് സ്വീകരിക്കുവാനും അഭിനന്ദിക്കുവാനും അതൊരു സാംസ്കാരിക സദസ്സാക്കി മാറ്റുവാനും ആഗ്രഹമുണ്ട്. ആ മ്യൂസിക് തെറാപ്പിയിൽ കൂടുതൽ കടന്നു പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഒറ്റവാക്ക്, ആരും അന്യരല്ല എന്ന വാക്ക് അവസാനമായി ഒരിക്കൽ കൂടെ പറയുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. നമ്മൾ പലപ്പോഴും പലതിനെ അധിക്ഷേപിക്കുകയാണ്. പലതിനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ധാർഷ്ട്യം, അഹങ്കാരം അതൊരു ലെവലിന് അപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പുച്ഛ മനോഭാവം എവിടെ നിന്നോ ഉടലെടുക്കുന്നു. അതിനുള്ള അവകാശം നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. കാരണം ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ, അത് വരുന്ന തൊഴിലാളികൾ ബീഹാറിൽ നിന്നോ ബംഗാളിൽ നിന്നോ പഞ്ചാബിൽ നിന്നോ ഒറീസയിൽ നിന്നോ വന്നിവിടെ പണിയെടുക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, അവർക്ക് 600 രൂപ ഒരു ദിവസവേതനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏതാണ്ട് ഒരു 60% ഗവൺമെന്റ് ചെലവഴിക്കുന്നുണ്ട്. യാതൊരു സംശയമില്ല. ഒരു 60% എങ്കിലും റവന്യൂവില് അവരുടെ വിയർപ്പിന്റെ വിലയും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ തൊട്ട് കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റു പലതും ചെയ്യുമ്പോഴും ടെലിഫോൺ അത് റീചാർജ് ചെയ്യും, കൂപ്പൺ എടുക്കുമ്പോഴും ഒക്കെ ഇവർ കൊടുക്കുന്ന അവരുടെ വിയർപ്പിന്റെ വിലയും കൂടെ ചേർന്നിട്ടാണ് എന്നെപ്പോലുള്ള ആളുകൾ ശമ്പളം വാങ്ങുന്നത് എന്ന് പൂർണ്ണമായി തിരിച്ചറിയിട്ടുണ്ട്. ഓരോ നയാ പൈസയും ഒരമ്മയും മകളും ഒരു കടത്തിണ്ടയിൽ കിടന്നുറങ്ങുകയാണ്. നേരം വെളുത്തു കഴിഞ്ഞാൽ കടക്കാരൻ വന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടിയിരിക്കുന്നു. സ്വന്തമായ വീടില്ലാത്ത അമ്മയും കുഞ്ഞും 11 വയസ്സുള്ള പെൺകൊച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. അമ്മ രാവിലെ കുഞ്ഞിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ആ റബ്ബറിന്റെ വിറകുകളൊക്കെ കൂടെ ചേർത്ത് ഗ്രാമപ്രദേശം കുറച്ച് കഞ്ഞി വെക്കാൻ പറയും. ആ കൊച്ച് തീപ്പെട്ടി എടുത്ത് ഉരച്ചപ്പോൾ അത് കത്തിയില്ല. കാരണം തലേ ദിവസത്തെ മഴയിൽ അത് നനഞ്ഞു പോയിരുന്നു. ഉടനെ അമ്മ മടിയിൽ നിന്ന് ഒരു 50 പൈസ തൊട്ടെടുത്ത് കൊടുത്തിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, നീ ഒരു തീപ്പെട്ടി വാങ്ങിച്ചോളാം. ആ കൊച്ചു പോയി ഒരു കടയിൽ പോയി തീപ്പെട്ടി വാങ്ങിക്കുമ്പോഴും ആ കുഞ്ഞും കൊടുത്തു 4 നയാ പൈസയെങ്കിലും കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് ടാക്സ് ഇനത്തിലോ എസ്റ്റേറ്റ് ഡ്യൂട്ടി ഇനത്തിലോ കൊടുക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഒത്തുകൂടുന്ന അതിൽ നിന്നാണ് ഞാനും എന്നെ പോലുള്ള വൈസ് ചാൻസലർമാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ശമ്പളം വാങ്ങുന്നതെന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ ഒരു ചോദ്യം, ആരാണ് അന്യർ എന്ന് ചോദിച്ചാൽ ആരും അന്യരല്ല എന്ന് പറയുന്നത്. ജാതിമത വർഗ വർണ്ണ അതിനെല്ലാം അപ്പുറം കാണുന്ന ഒരു മനസ്സിനെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ശങ്കര ദർശനത്തിൽ അതുണ്ട്. ശങ്കരുടെ ദർശനത്തിൽ അത് പൂർണ്ണമായ രീതിയിലുണ്ട്. യൂണിറ്റി ഡൈവേഴ്സിറ്റി അത് പൂർണ്ണമായ രീതിയിലുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജഡ്ജിയോട് സംസാരിച്ചപ്പോൾ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പൂർണ്ണമായും ഞാൻ ചേച്ചിയോട് പറയുന്നു, ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും, കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവും, ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. വീണ്ടും കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ അത് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും
എന്നെ ഇതിന് ക്ഷണിച്ച ചില സംഘാടകരോട് പ്രത്യേകിച്ച് ചേച്ചിയോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടും പുസ്തക പ്രകാശനം നിർവഹിക്കുന്നതിന് മുമ്പായി അത് ഇപ്പോൾ വേണോ എങ്ങനെ വേണം എന്ന് ബഹുമാനായ നമ്മുടെ ആശാ മേനോട് പറയും. ഇപ്പം ആണെങ്കിൽ അത് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എങ്കിൽ അതിൻ്റെ ചടങ്ങിനെ കുറിച്ച് എനിക്ക് കൂടുതലായി അറിയില്ല. അദ്ദേഹം പറയുന്നതനുസരിച്ച് അത് ചെയ്യാമെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ അതിൻ്റെ സുഖം അനുഭവിച്ചറിയാൻ പറ്റും. അവിടെയാണ് അദൃശ്യമായതിൻ്റെ ആ സൃഷ്ടിപരമായ ഒരു നേർക്കാഴ്ചയെ നമ്മൾ സ്വയം മനസ്സിലാക്കി വ്യക്തമായി ഒരു നിയോഗമായി ഇവിടെ എത്തിയതെന്ന് ഞാൻ കരുതുകയാണ്. അവിടെയാണ് ബന്ധങ്ങളുടെ ഊഷ്മളത, അതിൻ്റെ ഒരു സുഖകരമായ ഒരു അവസ്ഥ ഞാൻ ദർശിക്കുന്നത്. അതിനെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അപ്പൊ പല സാഹചര്യങ്ങളും പക്ഷെ ഒരു എനർജി ലെവലുണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്ന രണ്ട് എനർജി ലെവൽ, ഒരു പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും. ഇവിടെ ഞാൻ ആ പോസിറ്റീവ് എനർജി എത്രമാത്രം എനിക്കറിയില്ല, ഞാനത് അനുഭവിക്കുകയാണ്. കാരണം ഒരുമിച്ച് കൂടുന്ന ഒരേ മനസ്സിലുള്ളവരുടെ ഒരു സംഗമം, അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, നന്മയുടെ ഉറവിടം തേടിയുള്ള യാത്ര. ആ ജീവിത യാത്രയിൽ നമുക്കൊക്കെ പങ്കാളികളാകാൻ കഴിയുമ്പോൾ ഈ ട്രസ്റ്റും ഇതിന്റെ പ്രവർത്തനങ്ങളും കാലാകാലങ്ങളോളം നിലനിൽക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കതിൽ പൂർണ്ണ വിശ്വാസവുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചില വീടുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റ് സംസാരിക്കാം, അല്ലെ 5 മിനിറ്റ് ഇരിക്കാം എന്ന് കരുതി ചെന്നാൽ 1 മിനിറ്റ് പോലും ഇരിക്കാതെ നമ്മൾ അവിടെ നിന്ന് ചാടി സ്ഥലപ്പെടും. നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. അവൈലബിൾ ശരിയാവില്ല. എനർജി ലെവല് അത് സിങ്ക്രണൈസ് ചെയ്ത് നിർത്താൻ നമുക്ക് കഴിയില്ല. ചില സ്ഥലത്ത് അങ്ങനെയല്ല. 1 മിനിറ്റ് ഇരിക്കാമെന്ന് കരുതിയാൽ 1 മണിക്കൂറായാലും നമ്മൾ പോകും. ഒരുപക്ഷെ ഞാനിവിടെ സംസാരിച്ചു തുടങ്ങിയാൽ 3 മണിക്കൂർ വരെ എനിക്ക് സംസാരിക്കാൻ പറ്റും. അതെന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമായി എന്നുള്ളതാണ്. അത് ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജി കാണിച്ചു തരാൻ പറഞ്ഞാൽ എങ്ങനെ കാണിച്ചു തരാൻ പറ്റും? അനുഭവിച്ചറിയാൻ പറ്റും. അവിടെയാണ് അദൃശ്യമായതിന്റെ ആ സൃഷ്ടിപരമായ ഒരു നേർക്കാഴ്ചയെ നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോടായിട്ട് സംസാരിക്കുവാനുണ്ട്. അതില് ഒന്ന് ഞാൻ പറഞ്ഞ സ്റ്റീഫൻ കെല്ലെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഒരിക്കൽ മാത്രമേ ജന്മമുള്ളൂ, അല്ലെങ്കിൽ ആ ജന്മം കൊണ്ട് ഈ ഭൂമിക്ക് അല്ലെങ്കിൽ ഒരു ഭാരമാകാതെ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്ത, ആ ചിന്തയാണ് ഏറ്റവും പ്രത്യേകമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. അതാണ് ഞാൻ ചേച്ചിയെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചത്. ഏതായാലും ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, സൃഷ്ടിപരമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരുപാട് കാലത്തേക്ക് സമൂഹത്തിന് ഗുണകരമായി നിൽക്കുന്ന രീതിയിൽ അതിനെ സംഭാവന നൽകാൻ കഴിയുന്നു എന്നുള്ള തെളിവാണ് ഈ മ്യൂസിക് തെറാപ്പി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എറണാകുളത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ പലപ്പോഴും പല ആഴ്ചകളിലും ഗായകന്മാർ വരികയും ഈ രോഗികളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് പാട്ട് പാടുകയും അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമായി പകർന്നുകൊണ്ട് അവർ നടത്തുന്ന സംഗമങ്ങളിൽ ഞാൻ ചിലപ്പോൾ പങ്കെടുത്തിട്ടുണ്ട്. കണ്ണു നിറഞ്ഞൊഴുകിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മനസ്സിൽ നിന്നുണ്ടാകുന്ന ദൈവികമായ ഒരു അനുഭവമായി ആ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന എത്രയോ ആളുകളുടെ മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും ഇത് ഡെവലപ്പ് ചെയ്ത് വരേണ്ട, ഏറ്റവും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ധ്യാനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് വരും. ഒരു കൊച്ചുകുട്ടി വന്ന് സ്റ്റേജിൽ വന്ന് ഒരു പാട്ട് പാടുന്നു. ആ പാട്ട് പാടുമ്പോൾ ആ കുട്ടി കണ്ണടച്ച് നിന്നുകൊണ്ട് തന്റെ മുന്നിലാരാണ് ഇരിക്കുന്നത്, പിറകിലാരാണ് ഇരിക്കുന്നത് ഒന്നുമില്ല, അതിൽ ലയിച്ച് നിന്നുകൊണ്ട് 5 മിനിറ്റ് പാടുമ്പോൾ മനസ്സിൽ നിന്ന് ആ രാഗതാള ലയങ്ങള് അതിന് പുറത്തേക്ക് വരുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ബ്ലാങ്കാണ്. കുട്ടിയുടെ മനസ്സ് ബ്ലാങ്കാണ്. ആ പാട്ടിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ആക്ച്വലി മെഡിറ്റേഷൻ അല്ലേ? പ്യുവർ മെഡിറ്റേഷൻ ആണ്. അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാൻ വേണ്ടി കണ്ണടച്ച് ഇരുന്ന് കൊണ്ട് പലരും ഇങ്ങനെ കൊണ്ടുവന്നതിനേക്കാൾ എത്രയോ ഭേദപ്പെട്ടതാണ് ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ട് അറിയണം. അത് ആസ്വദിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ഒരു തെറാപ്പിയാക്കി മാറ്റിക്കൊണ്ട് രോഗത്തിന് ശാന്തി നൽകുവാൻ കഴിയുന്ന രീതിയിൽ മോഡേൺ മെഡിസിനും കൂടി നിന്നുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അത് ഇന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടങ്ങി വെക്കുന്ന പ്രക്രിയ അത് നാളെ സമൂഹത്തിന് ഗുണകരമാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം